എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സൗദാമിനിയമ്മ കമലേനെയും രഞ്ജുവിനെയും മാറി മാറി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നില്ല. അപ്പോൾ സൗദാമിനിയമ്മനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇരുന്നാലേ ആരൊക്കെ വരുന്നു പോകുന്നു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കമലേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമല നല്ല ദേഷ്യത്തിലാട്ടോ ഇങ്ങനെ വരുന്നത്. എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ വിളിക്കുന്നത്, ഞാനിവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സമയത്തിന് ആഹാരവും എല്ലാം എടുത്ത് തരുന്നില്ലേ, പിന്നെ എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് സൗദാമിനിയമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഈ പട്ടിയാണോ, ഇങ്ങനെ അത് മാത്രം കിട്ടിയാൽ ആഹാരം മരുന്നൊക്കെ മാത്രം കിട്ടിയാൽ മതിയോ, എന്നാൽ പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഇതും കൂടി വാങ്ങിച്ചിട്ട് എൻ്റെ കഴുത്തിലിട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഇപ്പം ഇങ്ങനെ വിളിക്കുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ രാജീവനും ശിവനൊക്കെ ഇവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ അമ്മേനെ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി വന്നതല്ല ഈ സമയത്ത് എന്ന് പറയുമ്പോൾ അവർ ജാമ്യത്തിലെടുക്കാൻ പോയതാണെന്ന് പറയട്ടെ. എന്നിട്ട് ജാമ്യം കിട്ടി അവരെ ഇതാക്കി പുറത്തിറക്കാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറയേ. അത് കഴിഞ്ഞ് പിന്നീട് രഞ്ജുവിന് എന്നാത്തിനെ വിളിക്കുന്നത്, അവളിങ്ങനെ കോട്ടയത്ത് ഇങ്ങനെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണെന്ന് അമ്മയ്ക്ക് അറിയരുതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹരിക്കും രോഹിത്തിനും ജാമ്യം കിട്ടുമോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കമല പറയുന്ന സമയത്ത് അലീനയോട് അവൻ എന്തൊക്കെയാണ് ചെയ്തത്, അന്നേ അവനെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ സൗദാമിനിയമ്മ കമലേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മകൻ മാത്രമല്ലല്ലോ, അതുപോലെ തന്നെ ഹരീനെ വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് പറയുന്ന സമയത്താണ് കേട്ടോ കമല പറയുന്നത്, എൻ്റെ മകൻ മാത്രമല്ലല്ലോ, അമ്മയുടെ മോളും നന്നായിട്ട് വളർത്തിയതല്ലേ മകനെ, അവനും കൂട്ടിനുണ്ടല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ ഹരിയുടെ കൂടെയല്ലേ അവൻ ചെന്ന് കൂടിയിട്ടുള്ളത്, പിന്നെ അവനെ എങ്ങനെ ശരിയാവാനാ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അലീനയ്ക്കാണ് കേട്ടോ കുറ്റം കമല പറയുന്നത്. അപ്പോൾ സൗദാമിനിയമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, അവൾ എന്നാ ചെയ്തു, അവളെന്താ അവന്മാരെ ഇങ്ങനെ കോലിട്ട് കുത്തി ഇളക്കി പറഞ്ഞയച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കമലയാണെങ്കിൽ പിന്നെ വൈജയുടെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അമ്മ നല്ല രീതിയിൽ വളർത്തിയ മോളല്ലേ, എന്തൊക്കെയാണ് അവൾ ചെയ്ത് കൂട്ടുന്നത്, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പിന്നെ രണ്ട് കാലും കൈയും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ആരും ഇങ്ങനെ മലർന്ന് കിടന്ന് തുപ്പൊന്നും വേണ്ട, എല്ലാം കണക്കാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കമല അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് സൗദാമിനിയമ്മ പറയുന്നുണ്ടായിരുന്നു, മക്കളുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറയും. പറയാം, ഇങ്ങനെ ഇങ്ങനെ വിളിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ എന്ത് മനസ്സമാധാനത്തോടെയും ഒക്കെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഇതെന്ന് ഇങ്ങനെ പറയുമ്പോൾ കമല അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലേക്ക് ഒരുത്തി കയറി വന്നതോടുകൂടി അതെല്ലാം പോയി എന്ന് പറയുമ്പോൾ നിൻ്റെ കാര്യമാണോടി നീ പറഞ്ഞു വയ്ക്കുമ്പോൾ എൻ്റെ കാര്യം ആ കുലീനയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ സൗദാമിനിയമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കർമ്മഫലം അല്ലാതെ എന്താ, എല്ലാം അനുഭവിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ, അനുഭവിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതികളെ കൊണ്ടുപോകാനുള്ള വാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടുകാരിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട്, ഇതാരെ കൊണ്ടുപോകാനാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രതികളെ കൊണ്ടുപോകാനാണെന്ന് പറയുമ്പോൾ ഈ വെയിലത്ത് കൂടെ നടത്തി കൊണ്ടുപോകണം എന്നാണ് കേട്ടോ അതിലൊരുത്തൻ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നടത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അവരെങ്ങനെ കോടതിയിൽ ഇങ്ങനെ പോറൽ പോലും ഏൽപ്പിക്കാതെ ഇങ്ങനെ എത്തിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു കല്ല് പോലും അവരുടെ നേർക്ക് എടുത്ത് എറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് പോലീസുകാരെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, അവനെ കല്ലെടുത്തെറിയാം അല്ലെങ്കിൽ അവനൊരു ചവിട്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇറക്കി കൊണ്ടുവരുമല്ലോ, ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശിവനും രാജീവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ കാറിന്നൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. അവിടെ കുറേ റിപ്പോർട്ടർമാരും നാട്ടുകാരും മൊത്തം ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ ശിവനാണെങ്കിലും പേടി കിട്ടോ, നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വയലൻ്റ് ആയാലോ എന്ന് പറയുമ്പോൾ രാജീവൻ പറയും, നമുക്ക് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് പുറത്തേക്ക് കാറ് നിർത്തിയിട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പോലീസുകാർ അവരെ കൊണ്ടുപോകാനുള്ള CI വന്നിട്ട് ഇങ്ങനെ SIനോട് പറയുന്നുണ്ടായിരുന്നു, അവരെ കൊണ്ടുപോകുമ്പോഴുള്ള സുരക്ഷയൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം കൊണ്ടുപോകാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. നാട്ടുകാർ ചിലപ്പോൾ നമ്മൾ പ്രതികളെ ഇറക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രകോപിതരായേക്കാം, അതുകൊണ്ട് നമ്മൾ അതിനുള്ള സുരക്ഷയ്ക്ക് എടുത്തിട്ട് വേണം അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കോടതിയിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയും. അപ്പോൾ SI അതൊക്കെ സമ്മതിച്ച് പിന്നെ അവരോട് പ്രതികളോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരെയും പുറത്തേക്ക് ഇറങ്ങാൻ പറയൂ കേട്ടോ, കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഇറങ്ങാൻ പറയും, ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ പറയും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ടും രോഹിത് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ രോഹിത്തിന് വഴക്ക് പറയുന്നുണ്ട്, നിനക്ക് എന്താടാ അവിടെ നിന്ന് ഇറങ്ങാനൊരു മടി, എന്താ നാണക്കേടാണോ എന്ന് വെച്ചിട്ട് ദേഷ്യപ്പെടി ഇറങ്ങാൻ പറയും കേട്ടോ. അപ്പോൾ രോഹിത്തും ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നീട് അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്തോണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനം വെച്ചേക്കരുത് എന്ന് പറയുന്നുണ്ട്, എല്ലാം എടുത്തോണം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവർക്കും വിലങ്ങൊക്കെ വെക്കുന്നുണ്ട്. പിന്നീട് ഹരിനോട് എല്ലാവരോടും എടുക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹരി എൻ്റെ മൊബൈൽ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ SI പറയുന്നുണ്ടായിരുന്നു, അത് തൊണ്ടി മുതലാണ്, പീഡനത്തിൻ്റെ ഇത് മൊബൈലിൽ പകർത്തിയവനല്ലേ നീ, അത് തൊണ്ടി മുതലാണ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ അവരോട് നടക്കാനായിട്ട് പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് നടക്കും കേട്ടോ, പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നാട്ടുകാർ ഒക്കെ അവിടെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ, പ്രതികളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയോ പോലീസുകാർ അവരെ ഒന്നും പറ്റാതെ വാനിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. നാട്ടുകാരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്ന് പറഞ്ഞ് ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരെയും പോലീസ് ഇങ്ങനെ സുരക്ഷയെ തന്നെയാണ് വാനിലേക്ക് കയറ്റുന്നത് കേട്ടോ. അവർ വാനിൽ കയറിയ ഉടനെ തന്നെ വേഗം ഡോർ അടയ്ക്കും, അങ്ങനെ അവർ കൊണ്ടുപോവാണ് കേട്ടോ.
രാജീവനും ശിവനും ഇതേ സമയം പുറത്ത് ഇങ്ങനെ കാറിലിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവരെ കൊണ്ടുപോകുന്ന വാന് പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ വാനിൻ്റെ പിറകെ പോകാമെന്ന് പറയുന്നുണ്ട്. അവരിങ്ങനെ കുട്ടികളെ ഒന്നും ചെയ്യാതെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് പിറകെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോലീസും വണ്ടിയും വാനും അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരും വണ്ടിയിൽ കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി കമലേനെ വിളിക്കുന്നുണ്ടായിരുന്നു. കമലേട്ടത്തി വൈജയാണെന്ന് പറയട്ടോ. കമല എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് വൈജയുടെ കോൾ വരുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ വൈജയാണെന്ന് പറയും. അപ്പോൾ നീ ഹോസ്പിറ്റലിൽ നിന്നാണോ വിളിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ കമല. അപ്പോൾ എനിക്കിതുവരെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കിടന്ന് എന്തോ ചെയ്യാനാന്ന് പറയുന്നുണ്ട്. പിന്നീട് മക്കളുടെ കാര്യം വല്ലതും അറിഞ്ഞോ, രാജുവേട്ടനും ശിവേട്ടനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ കമല ചോദിക്കുന്ന സമയത്ത് അവരെന്നോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അവരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് വൈജ പറയൂ കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഈ വീട്ടിലിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് അവരുടെ കാര്യം എനിക്കറിയാവുന്നത് എന്ന് ചോദിക്കേ. നിനക്ക് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ ബാങ്കിലൊക്കെ ആയിട്ട്, അപ്പോൾ അവരാരെയും സഹായത്തിന് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജു പറയും, ഞാൻ അവരാരെയും വിളിച്ചിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കമലേട്ടത്തേക്ക് രാമപുരത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അലീനയുടെ കാര്യത്തിന് ഒത്തുതീർപ്പിന് അവരൊക്കെയാണല്ലോ വന്നത്, അപ്പോൾ അവരോടൊന്നും പറഞ്ഞാൽ സഹായിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, ഞാൻ രാമപുരത്തിന് വിളിച്ചപ്പോൾ അച്ഛനും എൻ്റെ ആങ്ങളെയും പറഞ്ഞത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കേണ്ട എന്നാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജു പറയുന്നുണ്ടായിരുന്നു, ഒരു ആവശ്യം വന്നപ്പോൾ ആരുമില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനും ഉണ്ടാവുമല്ലോ. ബാലേന്ദ്രനെ അറിയാത്ത നേതാക്കന്മാരുണ്ടാവും പാലായിൽ. ബാലേന്ദ്രനും സംസാരിക്കാമല്ലോ, അവരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ആരോടും സംസാരിക്കില്ല. അതുപോലെ തന്നെ രോഹിത്തിൻ്റെ വഴി പഴിച്ച പോക്ക് കണ്ടിട്ട് ബാലേന്ദ്രൻ അവനെ കുറേ ഉപദേശിച്ചതാണ്. അന്ന് അലീനയുടെ കാര്യം ഉണ്ടായപ്പോൾ ഞാനും രോഹിനെ കുറേ അടിച്ചതാണ്, അന്ന് അവൻ ഒന്ന് അടങ്ങിയതാണ്, പിന്നെ ഹരിയുടെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ, ഹരിയുടെ കൂടെ കൂടിയിട്ടോ അവൻ ഇങ്ങനെ ആയത്, രോഹിത്താണ് അവനെ കൊണ്ടുപോയി നശിപ്പിച്ചതെന്നൊക്കെയാണ് കേട്ടോ കമല പറയുന്നത്. ഹരിനെ രോഹിയാണ് വിളിച്ചുകൊണ്ടുപോയത് എന്നൊക്കെ കമല പറയുന്ന സമയത്ത് കമലയെടുത്ത് പത്രമൊന്നും വായിച്ചില്ലായിരുന്നു. ഹരിയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലോ ആ കുട്ടി. അങ്ങനെ അവൻ ആ കുട്ടീനെ ഇങ്ങനെ നിർബന്ധിച്ച് കാറിൽ കൊണ്ടുപോയി ഇങ്ങനെ കൂട്ടുകാർക്ക് ഇട്ട് കൊടുത്തതാണ്. പത്രത്തിൽ ഇങ്ങനെ ന്യൂസിൽ എല്ലാം ഉണ്ടായിരുന്നല്ലോ. കമലയെടുത്ത് പത്രമൊന്നും വായിക്കാറില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ പറയുന്നുണ്ടായിരുന്നു, കമലയെടുത്തിയുടെ മകൻ എൻ്റെ മകനെ കൂടെ കൊണ്ടുപോയി നശിപ്പിച്ചു, അതാണ് സത്യം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കമലയ്ക്കും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. കമല പറയും, കോൾ എടുക്കണ്ടായിരുന്നു, ഇതിപ്പോൾ ഉള്ള മനസ്സമാധാനം കൂടെ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് രാജീവനും ശിവനും സംസാരിക്കുന്നതാണ്. അപ്പോൾ ശിവന് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. രാജീവൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് പോകേണ്ടതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അപ്പോൾ കോടതിയിലേക്ക് എന്തായാലും പോകണമല്ലോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അപ്പോൾ നമുക്ക് പോവാം, എന്തായാലും പോയല്ലേ പറ്റുള്ളൂ എന്ന് രാജീവൻ പറയും. നമുക്കിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങണ്ട, എന്തായാലും വക്കീലിനെ കാണണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറും ചിലപ്പോൾ അവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തല്ലി പൊട്ടിച്ചു എന്ന് വരാമെന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ, അവന്മാർക്ക് ആരും ഇല്ലയെന്ന് തോന്നരുത്, നമ്മുടെ കുട്ടികളല്ലേ, കുട്ടികൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ ശിക്ഷ കിട്ടിയാൽ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റുന്നില്ലല്ലോ, നാണക്കേട് വേറെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ശിവൻ പറയുന്ന സമയത്ത് തൽക്കാലം നമുക്കുണ്ടായ ചീത്തപ്പേരൊക്കെ അങ്ങ് മറക്കാം എന്ന് പറയുന്നുണ്ട് രാജീവനാണെങ്കിലും. അവന്മാർക്ക് നമ്മൾ അവരെ ഇങ്ങനെ തള്ളിക്കളഞ്ഞതായിട്ട് തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കോടതിയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ സമയത്ത് ബാലേന്ദ്രനും നമ്മുടെ കൂടെ നിൽക്കേണ്ടതല്ലേ, അയാൾ നമ്മുടെ കൂടെ കോടതിയിലേക്ക് വരുന്ന തോന്നുന്നുണ്ടോ, എന്തായാലും തക്ക സമയത്ത് അയാൾ ഹോസ്പിറ്റലിൽ കയറി കൂടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടോ ശിവൻ പറയുന്നത്. എന്തായാലും പിന്നീട് അവർ കോടതിയിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയാണ് കേട്ടോ, പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ സംസാരിച്ച് നിൽക്കുന്നു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്